സാറേ ഞാൻ മരിച്ചിട്ടില്ല. എന്ത്? ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറയണേ. ഇല്ല ഇല്ലല്ലോ, നിങ്ങൾ മരിക്കാത്തോണ്ടാണല്ലോ എന്റെ മുമ്പിൽ വന്ന് നിക്കണേ. അല്ലേ? അതെ. അന്നപ്പോ നിങ്ങൾ ഇവിടുന്ന് തന്നതാ ഈ കടലാസില് മരണ സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതിലിതാ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതി തന്നേക്കണം. ഇവിടുന്ന് ഇത് നോക്കി, ഇവിടുന്ന് മരണ സർട്ടിഫിക്കറ്റ് അതന്നെ എന്റെ പേരാണ് അതിൽ എഴുതി വെച്ചേക്കണത്. അല്ല, ഈ കോയാണോ മരിച്ചത്? അല്ല, കോയാണ് ഞാനേ. മരിച്ചതിന്റെ വാപ്പയാണ്. വാപ്പയുടെ പേരെന്താ? വാപ്പയുടെ പേര് കുഞ്ഞമ്മ. പക്ഷെ ഇതില് കോയാന്നാണല്ലോ. അല്ലേ പറഞ്ഞ ഞാൻ ഇപ്പൊ വില്ലേജിൽ പോയപ്പോ അപ്പൊക്കപ്പം ഇങ്ങോട്ട് പോന്നാണ് ഞാന്. ഇവിടെ ഇൻഫോം ചെയ്ത പ്രകാരമാണല്ലോ നമ്മള് സർട്ടിഫിക്കറ്റ് തരിക. അത് നിക്കറിയില്ല, ഞാൻ ഇവിടുന്ന് എഴുതി തന്നാണ് ഇത്. അല്ലാണ്ട് ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് ഈ കുഞ്ഞു മുഹമ്മദ് ആരാ കോയ ആരാന്ന് അറിയില്ല. ഇവിടെ നമുക്ക് തരുന്നതിനനുസരിച്ചാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് തരിക. അല്ല അങ്ങനെയാണ് അത് വരാൻ വഴിയുള്ളൂ. അച്ഛൻ എവിടുന്ന വീട്ടിൽ നിന്ന് മരിച്ച്? അല്ല, ആശുപത്രിയിൽ കൊണ്ടുപോയി, കോവിഡ് ആയിരുന്നു. പിന്നെ അവിടെ 10 ദിവസം അവിടെ കിടന്നിട്ട് അവിടുന്ന് അങ്ങനെ മരിക്കേണ്ടായത്. ആശുപത്രിന്ന്. അപ്പൊ ഞാൻ ഇപ്പൊ വില്ലേജിൽ ചെന്നപ്പോഴാ പറഞ്ഞു ഇവിടുന്ന് തെറ്റായിട്ട് എഴുതി തന്നേക്കാണ്, അത് വേഗം കൊണ്ടുപോയി മാറ്റി തരാൻ പറഞ്ഞു. അതെ, ഇതിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് തരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് റെഡി ആക്കിയിരിക്കുന്നത്. ചിലപ്പോ അത് അവിടെ എങ്ങാനും തെറ്റുപറ്റിയതായിരിക്കാം. എന്തപ്പോ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ നേരെ ആ ഹോസ്പിറ്റലിലേക്ക് പോവാ, വാപ്പാനെ ചികിത്സിച്ച ഹോസ്പിറ്റലിലേക്ക് പോവാ. ആശുപത്രിയിൽ പോണം. എന്നിട്ട് അവിടെ പോയിട്ട് തിരുത്തി എഴുതി മേടിക്കുക. അത് മേടിച്ചിട്ട് ഇങ്ങോട്ട് വരിക. പുറമെ ഞാൻ ഇവിടുന്ന് തന്നിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഇതും അതിന്റെ കൂടെ വെക്കുക. അതെ. എന്നിട്ടൊരു അപേക്ഷ എഴുതി തരണം. എന്ത്? മരണ സർട്ടിഫിക്കറ്റ് തിരുത്തി തരാനുള്ള ഒരു അപേക്ഷ വെക്കണം. ഈ മൂന്നിന്റെയും കൂടെ റേഷൻ കാർഡിന്റെയോ അല്ലെങ്കിൽ ആധാർ കാർഡിന്റെ ഏതെങ്കിലും ഒരു കോപ്പി വെക്കുക. ഏതെങ്കിലും ഒന്നിന്റെ മതി. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് തന്നാൽ സർട്ടിഫിക്കറ്റ് തിരുത്തി തരും. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ വില്ലേജ് പൊക്കോളൂ, കാര്യം നടക്കും. ശരി സാറേ. മാസ്ക് എവിടെ? എന്റെ അല്ല, ഇയാളുടെ മാസ്ക് എവിടെ? എന്റെ പോക്കറ്റിലുണ്ട്. ഇത് പോക്കറ്റിൽ വെക്കാണ്ടതല്ലോ, മുഖത്ത് വെക്കൂ. അല്ലക്ക് വലിവിന്റെ അസുഖം ഉണ്ടായി സാറേ, ശ്വാസം മുട്ടുണ്ടേ. പൊക്കോളൂ. അപ്പൊ അത് കാരണം എനിക്ക് ശ്വാസം മുട്ടാതാണ്. ശ്വാസം മുട്ടുള്ളവരൊന്നും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കില്ല. ഇല്ല. എന്നാ ശരി. ആ മാസ്ക് എന്താ പറയാ, ഒന്നുമില്ല, പൊക്കോ. കഷ്ടം, എത്ര പറഞ്ഞാലും ബോധം വരില്ല ചെന്തയ്യ. സാറേ, ആ കാര്യത്തിൽ ഞാൻ ഹെൽപ്ലെസ് ആണ്. അല്ല, കാര്യം അങ്ങനെയല്ല. ഇപ്പം മിക്ക ഡോക്ടർമാരും പോസിറ്റീവാണ്. അതുകൊണ്ട് ആ ഹോസ്പിറ്റലൊക്കെ ഡോക്ടർമാർ കുറവാ. പലയിടത്തും പരാതി കിട്ടുന്നുണ്ട്. ഞാനും ആകെ ബേജാറിലാണ്. കാരണം വീട്ടിൽ ഭാര്യ ക്വാറന്റൈനിലാണ് ഇപ്പോൾ. ഒക്കെ കിട്ടി. ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം സാറേ. ശരി, ഓക്കെ. അച്ഛന് കഴിഞ്ഞ ദിവസം RT-PCR ടെസ്റ്റ് ചെയ്യാൻ പോയി. കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവ് ആണ്. പക്ഷെ അച്ഛൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ചെയ്യുന്ന കോലില്ലേ സാധനം, അത് ഒടിഞ്ഞ് മൂക്കിലിരിക്കുക. തോന്നലാണ് അച്ഛൻ്റെ. പക്ഷെ അത് അച്ഛന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഡോക്ടർ തന്നെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ല, ഇത് എടുക്കുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു. നേഴ്സും പറഞ്ഞാണ് അച്ഛനെന്തോ മൂക്കിലിരിക്കണു, തലവേദന എടുക്കുന്നു, അങ്ങനെയൊക്കെയാണ്. എന്താ പ്രശ്നം? ഇവൻ പറയുമ്പോഴും നല്ല സാറേ ഇത്. അവര് ഒരു ഇത്ര നൂളിലൊരു കുഴയിൽ എന്റെ മൂക്കിന്റെ ഉള്ളിലേക്ക് തിരിച്ചു കയറ്റി. അന്നേരം ഇത് ഈടുന്ന ഒരു പൊട്ടുന്ന പോലെ തോന്നി എനിക്ക്. എന്നിട്ട് അവർക്ക് തിരിച്ചു കിട്ടിയത് ഇത്ര പോരുന്ന കഷ്ണാന്ന്, ബാക്കി ഇതിനകത്തായില്ലത്. എന്നിട്ട് ഞാൻ അന്നേരം പറഞ്ഞു, ഇവര് സമ്മതിക്കുന്നില്ല. എനിക്ക് അതിനുശേഷം മുമ്പിലെ വല്ലാതെ വേദനയും ശബ്ദമെല്ലാം വ്യത്യാസം വന്ന്. എന്റെ അച്ഛന്റെ പേരെന്താ? രാഘവൻ. രാഘവട്ടോ? ഇതിപ്പോ മൂക്കിലേക്ക് ഇടുന്ന സാധനം ഈർക്കലൊന്നും അല്ല, പൊട്ടാൻ. അത് നല്ല ഉറപ്പുള്ള സാധനമാണ്, അത് പൊട്ടൊന്നുമില്ല. ഇതുവരെ ഈ RT-PCR ചെയ്തിട്ട് ഒരാളും ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ വന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര വേദനയല്ലോ. അതൊക്കെ നിങ്ങളെ തോന്നലാണ്. ഡോക്ടർ ഒരു എക്സ്റേ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എഴുതി തരും. അച്ഛനോട് എക്സ്റേ എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അച്ഛന് പേടിയാണ്. എക്സ്റേ എടുക്കാൻ എന്തിനാ പേടിക്കണേ? നമുക്കൊരു പണിയാ, നമുക്ക് എക്സ്റേ എടുക്കാം. എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ ഉണ്ടോന്ന് അറിയാലോ. റിസൾട്ട് കണ്ടിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. ശരി, താങ്ക് യു ഡോക്ടർ. ഒരു കഷ്ണം തലച്ചോറിനുള്ളിൽ കിടക്കുക എന്നാ പറയണമോ? സാറേ, ഇത് എന്റെ ആധാർ കാർഡ്. ഇത് ഞാന് ആളെ കളിയാക്കിയാ നിങ്ങൾ ഇവിടെ വന്നിട്ട്? അല്ലേ, ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാണ് ഞാൻ.
മരിച്ചിട്ടില്ലെന്നോ? ആ നിങ്ങളത്തെ കാര്യം ഒന്ന് വ്യക്തമായിട്ട് പറയും. ഇന്റെ വാപ്പ ഇവിടുന്ന് മരിച്ചിന്. ഇവിടുന്നോ? ആ അപ്പൊ വാപ്പ മരിച്ചിട്ട് അതിന്റെ ഇവിടുത്തെ മരണ സർട്ടിഫിക്കറ്റ് തരൂലേ, അതിന്റെ ഇതിൽ എഴുതിയേക്കണ് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാ ഇവിടുന്ന് എഴുതി തന്നേക്കണത്. അല്ലോ അങ്ങനെ വരില്ലല്ലോ. വരില്ല പറഞ്ഞപ്പോ അത് അങ്ങനെയാണ് ഇപ്പൊ എല്ലാരും പറഞ്ഞത്. ഇക്ക് ഇതിന്റെ ഈ ധനസഹായം കിട്ടേണ്ടതാണ്. എവിടെ ഇതണ്ട, ഇതൊന്ന് നോക്കി നിങ്ങള്. ഇതുണ്ടോ നോട്ടെ. ഇതിങ്ങള് പഞ്ചായത്ത് കാണിച്ചാൽ മതി, ഒരു ശരിയായി തരൂ. അല്ല പഞ്ചായത്തിന് ഞാൻ പോയിട്ടപ്പ പറഞ്ഞത് അതല്ലേ പറഞ്ഞേ. എന്താ പറഞ്ഞേ? പഞ്ചായത്തില് പറഞ്ഞപ്പോ പറഞ്ഞ അവര് ഇവിടുന്ന് ആ പറഞ്ഞത് പ്രകാരമാണ് ഇത്ര അവരതിൽ എഴുതുക. അപ്പൊ പറഞ്ഞത് തെറ്റേക്കാണ്. ഞാൻ വാപ്പാടെ കൂടെ നിന്നിരുന്നു ഇവിടെ. അല്ല വാപ്പ എങ്ങനെയാ മയ്യത്തായത്? വാപ്പ കോവിഡ് വന്നിട്ട്. നിങ്ങൾ ആ മാസ്ക് കയറ്റിടി. മാസ്ക് കയറ്റിടി. എനിക്ക് ശ്വാസം മുട്ടുണ്ടേ. ഞാൻ ഇതിട്ടൊക്കെ ശ്വാസം മുട്ടിയിട്ട് ഞാൻ ഇപ്പൊ ആ പാറാവ് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തിട്ടാ ഞാൻ പോക്കറ്റിലാ വെക്കില്ല. അല്ല ഇങ്ങനെ താടിന്റെ മേലെ മാസ്ക് ഇട്ടോണ്ട് യാതൊരു കാര്യമില്ല. ഇല്ല, എനിക്ക് ശ്വാസം മുട്ടും കൂടെ അടുത്ത് പറയുമ്പോ നടന്നു വന്ന കാരണേ. അല്ല വാപ്പ മയ്യത്തായത് കൊറോണ വന്നിട്ടാണ്. വാപ്പന്റെ കൂടെ നിന്ന ആളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇപ്പൊ അങ്ങനെയൊക്കൊന്നുമില്ലേ? എനിക്കില്ല എന്ന് പറയാൻ പറ്റ. നാട് മുഴുവൻ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇപ്പൊ. അതെ, അത് മനസ്സിലാക്കണം നിങ്ങള് കേട്ടോ. അപ്പൊ ഒരു പണി ചെയ്യാ. നിങ്ങൾ ഈ വാപ്പ മരിച്ച ദിവസം, വാപ്പ അഡ്മിറ്റ് ആയ ദിവസം ആ രേഖകൾ മുഴുവൻ ഇവിടെ ഒരു അപേക്ഷ എടുത്ത് തരിക. ഒക്കെ വെച്ചിട്ട് അത് ഞാൻ പറഞ്ഞു തന്നാ മതിയോ? പറഞ്ഞു തരുന്ന കാര്യമില്ല, രേഖയായിട്ട് കിട്ടണല്ലോ. അതെ. അപ്പൊ പുറത്ത് പോയിട്ട് അപേക്ഷ എഴുതിട്ട് ബാപ്പ മരിച്ച ദിവസം ഓർമ്മല്ലേ? ഒക്കെ വെച്ചിട്ട് പുറത്തുനിന്ന് ഒരു അപേക്ഷ എഴുതിയിട്ട് ഇവിടെ കൊണ്ട് തരി. അപ്പൊ ഏതായിരിക്കണോ എഴുതി തരും. എഴുതി തരും കേട്ടോ. ഒന്ന് കാണിച്ചിട്ട് എഴുതിക്കൊണ്ട് എന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നോക്കിയിട്ട് അതിന്റെ കാര്യങ്ങൾ പറയാം. കിട്ടൂല സാറൊക്കെ ധനസഹായം കിട്ടാൻ വേണ്ടിട്ടാണേ. എന്ത് ധനസഹായം? ഇതിനെ മരിച്ച കോവിഡ് വന്ന് മരിച്ച ആൾക്കാരെ ആശ്രിതർക്ക് 50,000 രൂപ കിട്ടണല്ലേ? കൊടുത്തോളി. കിട്ടാനൊക്കെ നേരം പോകും, പെട്ടെന്നൊന്നും കിട്ടൂല. എന്തായാലും എഴുതി തന്നാളി. കഴിഞ്ഞത്ര മാസ്ക് ഒന്ന് കെറ്റിടാൻ നോക്കിട്ടോ. ശ്വാസം മുട്ടലുകൊണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറയണത്. അപ്പൊ ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ള നിങ്ങൾക്ക് ബോധ്യായില്ല? ബോധ്യായി. ശരി ശരി ശരി. നിങ്ങളുടെ പേര്? എന്റെ പേര് മൊയ്തുനാ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്ത് മനുഷ്യന്മാരാണ്. ശ്വാസം മുട്ടലാണ്. ഹലോ. ഇന്നലെ രാത്രി 8:30 ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവന്റെ വാപ്പ കോവിഡ് വന്നല്ല മരിച്ചത്. അപ്പൊ അതിൻ്റെ ഒരു സർക്കാരിന്റെ ധനസഹായം വാങ്ങാൻ വേണ്ടിയിട്ട് ഇവൻ കുറെ ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. അപ്പൊ ഇവനും ശ്വാസം മുട്ടും പ്രശ്നമൊക്കെ ഉണ്ടായില്ല. എവിടുന്നോ കോവിഡ് പോസിറ്റീവായി, പിന്നെ ന്യൂമോണിയ കൂടി പെട്ടെന്ന് മരണപ്പെട്ടു.